അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ 5ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയവ ലഭിക്കാൻ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയിട്ട് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം. അദ്ദറസുൽ ഖാമിസ്, 5ാമത്തെ പാഠം, തുഹ്ബിത്തുൽ അഅ്മാൽ. നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം. ബഗ്ദാദിൽ ഒരു മഹാനുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തു പോകാം. കൂട്ടുകാരായ അബ്ദുൽ ഖാദിറും അബൂ സഈദും ഇബ്നു സക്കായും യാത്ര പുറപ്പെട്ടു. ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കും. യാത്രാമധ്യേ ഇബ്നു സക്ക പറഞ്ഞു, അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കാനോ പരീക്ഷിക്കാനോ ഞാനില്ല. അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അബ്ദുൽ ഖാദിർ പറഞ്ഞു. 3 പേരും മഹാന്റെ അടുത്തെത്തി. നിനക്ക് നാശം വരാനുണ്ട്, ഇബ്നു സക്കായോട് മഹാൻ പറഞ്ഞു. അബ്ദുൽ ഖാദിറിനെ ആശീർവദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പുലർന്നു. അബ്ദുൽ ഖാദിർ ഔലിയാക്കളുടെ നേതാവായി മാറി. അൽ ഗൗസുൽ ആളം എന്ന പേരിൽ പ്രസിദ്ധനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആണവർ. ഇബ്നു സക്കായാവട്ടെ പ്രശസ്തനാവുകയും രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. രാജാവിന്റെ മകളെ കണ്ടപ്പോൾ പ്രണയം തോന്നി. വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. അധികം താമസിയാതെ അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെട്ടു. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ നിന്ദ്യനായി ഉപേക്ഷിക്കപ്പെട്ടു. അവസാനം മുർത്തദ്ദായി മരണപ്പെട്ടു. റിദ്ദത്ത് കഠിന തെറ്റാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ റിദ്ദത്ത് വരുന്നത് നാം സൂക്ഷിക്കണം. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. റിദ്ദത്ത് വരുന്ന കാരണങ്ങൾ ഏതെല്ലാമാണ്? അർഷദ് ചോദിച്ചു. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലെയുള്ളവ ഹലാലാകാൻ കൊതിക്കുക തുടങ്ങിയവ മനസ്സുകൊണ്ടുള്ള റിദ്ദത്തിന്റെ കാരണങ്ങളാണ്. അല്ലാഹു തആലയെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക, അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക തുടങ്ങിയവ വാക്കുകൊണ്ടുണ്ടാകുന്ന റിദ്ദത്തിന്റെ കാരണങ്ങളാണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആൻ, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലെയുള്ളത് മലിനമാക്കുക, പരിഹാസത്തിനായി പണ്ഡിത വേഷം ധരിക്കുക തുടങ്ങിയവ പ്രവൃത്തി മുഖേന വരുന്ന റിദ്ദത്താണ്. ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ സബ്ബിത് ഖുലൂബന അലാ ദീനിക. അതിന്റെ അർത്ഥം, അല്ലാഹുവേ ഞങ്ങളുടെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തേണമേ. അപ്പൊ ഈ ബോക്സിൽ പറയണതൊക്കെ നിങ്ങൾ മനപ്പാഠം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നെക്റോ വനഫം, വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിരിക്കുന്ന വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ശാശ്വതം, അർത്ഥം എന്നെന്നും. അഅ്മാൽ, അർത്ഥം കർമ്മങ്ങൾ. റിദ്ദത്ത്, മതഭ്രംശം. ഹബിത്ത, നിഷ്ഫലമായി. പ്രണയം, പ്രേമം. ആജ്ഞ, കൽപ്പന. മുർത്തദ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവൻ. മാരകം, മരണത്തിന് കാരണമാക്കുന്ന. അൽ ഗൗസുൽ ആളം,
മഹാനായ സഹായി, ആശീർവദിച്ചു, അഭിനന്ദിച്ചു. അൽ ഉലൂമു ശർഇയ്യ, മതവിജ്ഞാനങ്ങൾ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നസിൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. മനസ്സ് കൊണ്ടുള്ള റിദ്ദത്ത്. 2. വാക്കുകൊണ്ടുള്ള റിദ്ദത്ത്. 3. പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദത്ത്. ഇനി പുറത്തു നോക്കൂ. എ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക. ബി. ഖുർആനിനെ മലിനമാക്കുക. സി. മദ്യപാനം ഹലാലാകാൻ കൊതിക്കുക. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ ലെറ്റർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആ ബോക്സിൽ എഴുതണം. നമുക്കതൊന്ന് നോക്കാം. 1. മനസ്സ് കൊണ്ടുള്ള റിദ്ദത്ത്. അതിന് ശരിയായത് സി. മദ്യപാനം ഹലാലാകാൻ കൊതിക്കുക. 2. വാക്കുകൊണ്ടുള്ള റിദ്ദത്ത്. അതിന് ശരിയായത് എ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക. 3. പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദത്ത്. അതിന് ശരിയായത് ബി. ഖുർആനിനെ മലിനമാക്കുക. സി, എ, ബി. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് അവിടെ കൃത്യമായിട്ട് എഴുതുക. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1-ാമത്തെ ചോദ്യം, റിദ്ദത്ത് എന്നാൽ എന്ത്? അതിന്റെ ഉത്തരം: മുസ്ലിമും മുക്കല്ലഫുമായ ഒരാൾ വിശ്വാസപരമായോ പരിഹാസപരമായോ വാശിയാലോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നിയ്യത്ത് കൊണ്ടോ ഇസ്ലാമിനെ മുറിക്കുന്നതിനെയാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. 2-ാമത്തെ ചോദ്യം, റിദ്ദത്ത് എത്ര ഇനമുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം: റിദ്ദത്ത് 3 ഇനമുണ്ട്. 1. മനസ്സ് കൊണ്ടുള്ള റിദ്ദത്ത്. 2. വാക്കുകൊണ്ടുള്ള റിദ്ദത്ത്. 3. പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദത്ത്. 3-ാമത്തെ ചോദ്യം, വാക്കുകൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം: നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക. 4-ാമത്തെ ചോദ്യം, മനസ്സ് കൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം: ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. 5-ാമത്തെ ചോദ്യം, പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം: വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക. 6-ാമത്തെ ചോദ്യം, മുർത്തദ്ദിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഉത്തരം: മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. 7-ാമത്തെ ചോദ്യം, ഇബ്നു സക്ക മുർത്തദ്ദായി പോകാൻ കാരണമെന്ത്? ഉത്തരം: ഇബ്നു സക്ക പ്രശസ്തനായി രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവിന്റെ മകളെ കണ്ടപ്പോൾ പ്രണയം തോന്നുകയും വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്തുമതം സ്വീകരിക്കുകയും അങ്ങനെ മുർത്തദ്ദായി മാറുകയും ചെയ്തു. 8-ാമത്തെ ചോദ്യം, അബ്ദുൽ ഖാദിരിൽ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനാകാൻ എന്താണ് കാരണം? ഉത്തരം: അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിനെ ആ മഹാൻ ആശീർവദിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പുലരുകയും അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവായി മാറുകയും ചെയ്തു. അൽ ഗൗസുൽ അഅ്ലം എന്ന പേരിൽ പ്രസിദ്ധനായി മാറി. 9-ാമത്തെ ചോദ്യം, ബഗ്ദാദിലെ മഹാനെ കാണാൻ പോയത് ആരെല്ലാം? ഉത്തരം: കൂട്ടുകാരായ അബ്ദുൽ ഖാദിറും അബൂ സഈദും ഇബ്നു സക്കായും. 10-ാമത്തെ ചോദ്യം, യാത്രാമധ്യേ ഇബ്നു സക്ക എന്താണ് പറഞ്ഞത്? ഉത്തരം: ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കും എന്നായിരുന്നു ഇബ്നു സക്ക പറഞ്ഞത്. തദ്രീബാത്തിലെ 4-ാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡേഷ് പറഞ്ഞു. അവിടെ പൂരിപ്പിക്കേണ്ടത് അബ്ദുൽ ഖാദിർ. അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അബ്ദുൽ ഖാദിർ പറഞ്ഞു. 2. രാജാവിന്റെ മകളെ വിവാഹം ചെയ്യാൻ ഇബ്നു സക്ക ഡേഷ് സ്വീകരിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് ക്രിസ്തുമതം. രാജാവിന്റെ മകളെ വിവാഹം ചെയ്യാൻ ഇബ്നു സക്ക ക്രിസ്തുമതം സ്വീകരിച്ചു. 3. റിദ്ദത്ത് എല്ലാ ഡേഷ് നശിപ്പിച്ചു കളയും. അവിടെ പൂരിപ്പിക്കേണ്ടത് സൽക്കർമ്മങ്ങളെയും. റിദ്ദത്ത് എല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയും. 4. മഹാൻ ഡേഷിനെ ആശീർവദിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് അബ്ദുൽ ഖാദിറിനെ. മഹാൻ അബ്ദുൽ ഖാദിറിനെ ആശീർവദിച്ചു. 5. നിനക്ക് നാശം വരാനുണ്ട്. മഹാൻ ഡേഷിയോട് പറഞ്ഞു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇബ്നു സക്ക. നിനക്ക് നാശം വരാനുണ്ട്. മഹാൻ ഇബ്നു സക്കായോട് പറഞ്ഞു.
ഇനി നോക്കൂ, തദ്രീബാത്തിലെ 5-ാമത്തെ പ്രവർത്തനം തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. റിദ്ദത്ത് എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. റിദ്ദത്ത് എന്നൊരു ഹെഡിങ് കൊടുക്കുക. മുസ്ലിമും മുക്കല്ലഫുമായ ഒരാൾ വിശ്വാസപരമായോ പരിഹാസപരമായോ വാശിയാലോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നിയ്യത്ത് കൊണ്ടോ ഇസ്ലാമിനെ മുറിക്കുന്നതിനെയാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. റിദ്ദത്ത് കഠിന തെറ്റാണ്. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ റിദ്ദത്ത് വരുന്നത് നാം സൂക്ഷിക്കണം. മുർത്തദ്ദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. അടുത്തൊരു ഹെഡിങ്, റിദ്ദത്ത് വരുന്ന കാരണങ്ങൾ 3 എണ്ണമാണ്. 1. മനസ്സ് കൊണ്ടുള്ള റിദ്ദത്ത്. 2. വാക്ക് കൊണ്ടുള്ള റിദ്ദത്ത്. 3. പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദത്ത്. മനസ്സ് കൊണ്ടുള്ള റിദ്ദത്ത് എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക. വ്യഭിചാരം, പലിശ, മദ്യപാനം പോലെയുള്ളവ ഹലാലാകാൻ കൊതിക്കുക തുടങ്ങിയവ മനസ്സ് കൊണ്ടുള്ള റിദ്ദത്തിന്റെ കാരണങ്ങളാണ്. അടുത്തത് വാക്ക് കൊണ്ടുള്ള റിദ്ദത്ത് എന്നൊരു ഹെഡിങ് കൊടുക്കുക. അല്ലാഹു തആലയെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക. ഒരു മുസ്ലിമിനെ കാഫിറാക്കുക. നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക. അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക തുടങ്ങിയവ വാക്കുകൊണ്ടുണ്ടാകുന്ന റിദ്ദത്തിന്റെ കാരണങ്ങളാണ്. അടുത്ത് പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദത്ത് എന്നൊരു ഹെഡിങ് കൊടുക്കുക. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക. ഖുർആൻ, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലെയുള്ളത് മലിനമാക്കുക. പരിഹാസത്തിനായി പണ്ഡിത വേഷം ധരിക്കുക തുടങ്ങിയവ പ്രവൃത്തി മുഖേന വരുന്ന റിദ്ദത്താണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. തഹ്സീസ് അതിലെ 2-ാമത്തേത്, അബ്ദുൽ ഖാദിരിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം എഴുതുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ ജീലാനി റളിയല്ലാഹു അൻഹു എന്നൊരു ഹെഡിങ് കൊടുക്കുക. വളരെ മാതൃകാ ജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കളുടെ മകനായി ശ്രേഷ്ഠമായ ഒരു പരമ്പരയിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ ജീലാനി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മകന്റെ മതചിട്ടയിലും പഠനത്തിലും മാതാവ് അതീവ ശ്രദ്ധ പുലർത്തി. ബാല്യത്തിൽ അനാവശ്യമായ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ബാല്യം അതിശയങ്ങൾ നിറഞ്ഞതായിരുന്നു. 10-ാം വയസ്സിലാണ് ഷെയ്ഖ് അവർകൾ മതപാഠശാലയിൽ പഠനം ആരംഭിക്കുന്നത്. ആ വിദ്യാർത്ഥിയിൽ അന്നു തന്നെ ഉസ്താദുമാർ ശോഭനമായ ഒരു ഭാവി ദർശിച്ചിരുന്നു. പിന്നീട് ഉപരിപഠനത്തിനായി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. ബഗ്ദാദിലേക്ക് പുറപ്പെടുമ്പോൾ ഒരിക്കലും കളവ് പറയരുതെന്ന മാതാവിന്റെ ഉപദേശം കൊള്ളക്കാരുടെ മുൻപിൽ പോലും അനുസരിച്ചു മഹാനവർകൾ. അങ്ങനെ കൊള്ളസംഘം മുഴുവൻ പശ്ചാത്തപിച്ചു മടങ്ങി. തന്റെ എല്ലാ പുരോഗതിക്കും അടിത്തറ പാകിയത് താൻ അനുവർത്തിച്ച സത്യസന്ധതയായിരുന്നുവെന്നും പിൽക്കാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിരിൽ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.